ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. കുഞ്ഞാമ്മാൻ്റെ മോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരലാണ്. കുഞ്ഞാമ്മ പറഞ്ഞാൽ ഉമ്മാൻ്റെ അനിയത്തി. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓല വീടും. അങ്ങനെ ചായയും കടിയും കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ലുലു രാവിലെ ഒരു 6:15 ആയപ്പോൾ മദ്രസക്ക് പോയതാണ്. അജുവിനെ ഇനി മദ്രസക്ക് കൊണ്ടാക്കി കൊടുക്കണം. ഓന് 7:30 മദ്രസ്. രാവിലെ ആണെങ്കിൽ നല്ല മഴയുണ്ട്, മഴ നിൽക്കണമില്ല. ഞങ്ങളിന്ന് 9:30 ബസ്സിനാണ് പോകണമെന്ന് കരുതണത്. ബസ്സക്ക് കയറാൻ പോയപ്പോൾ പിന്നെ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. 3 ബസ്സും ഒരു ഓട്ടോറിക്ഷയും കയറണം കേട്ടോ കുഞ്ഞാമ്മാൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ. ആദ്യം ഞങ്ങളെ വീടിൻ്റെ അവിടുന്ന് പൂക്കോട്ടുംപാടത്തേക്കുള്ള ബസ്സിനാണ് കയറിയത്. പൂക്കോട്ടുംപാടത്തു നിന്ന് ഒരു ഫാൻസി കയറിയതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാളികാവിലേക്കുള്ള ബസ്സിനാണ് പിന്നെ കയറിയത്. ഐശുട്ടിക്ക് ഫാൻസിയിൽ നിന്ന് ഒരു വാച്ച് വാങ്ങിയിരുന്നു കേട്ടോ. അത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കാളികാവൊക്കെ എത്തിയിട്ടുണ്ട്. കാളികാവ് എത്തിയപ്പോൾ പിന്നെ മഴ നല്ല പോലെ ചോർന്നിട്ടുണ്ട്. കാളികാവിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാമ്പഴക്ക് ബസ് കിട്ടി. പിന്നെ മാമ്പഴം ഇറങ്ങി ഒരു കടയിൽ കയറി ചായ കുടിക്കുകയാണ്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കുഞ്ഞാമ്മാൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷക്കാണ് കേട്ടോ പോണത്. മാമ്പഴന്ന് ഓട്ടോറിക്ഷക്ക് 40 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഇതാ കുഞ്ഞാമ്മാൻ്റെ വീടൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ആരും എത്തിയിട്ടില്ല കേട്ടോ. ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് 9:30 ബസ്സിന് അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ അവിടുന്ന് തന്നെ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും ഓളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബേക്കറിയും കേക്കും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഓളെ വലിയ ആങ്ങള. ഞങ്ങളിവിടെ മലപ്പുറത്ത് ബേക്കറി അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ കൊണ്ടുപോവുക. ഇന്ന് കേക്കും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഐശുട്ടിക്ക് ആ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു കൊടുത്തുകൊണ്ട് ഇവിടുന്ന് വേണ്ടാറിഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങളൊരു 35 ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വണ്ടിയിലാണ് പോണത്. അവളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, മാമ്പഴയാണ്. ഞങ്ങളെ വണ്ടികളപ്പോൾ ഒരു ട്രാവലറും കൂടി ഉണ്ടായിനും. അതിലും ഉണ്ടായിന് കുറച്ച് ആൾക്കാർ. അപ്പോൾ ആ ട്രാവലർ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കേടെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. അങ്ങനെ ഓലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെയും തന്നെ ഓല കുടുംബക്കാരും അയൽവാസികളായിട്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞാമ്മാൻ്റെ മോള്. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓൾക്ക് പുതിയ വീടുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. അത് കാണാൻ പോയി. ഇതാണ് വീട്. വീടിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിയിടാനും ജനൽപ്പൊളി വെക്കാനും അങ്ങനത്തെ കുറച്ച് പണികളും കൂടി ഉണ്ട്. വീടൊക്കെ കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓളെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓളെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആദ്യം മിഠായിയാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കേക്കൊക്കെ കൊടുത്തു. ഇവിടെ ഒരു 5 മക്കളാണ് കേട്ടോ. ഇവളെ ഹസ്ബൻഡ് 4ാമത്തതാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് 2 ഉമ്മാർക്കും ആദ്യം കൊടുത്തു. പിന്നെ ഉമ്മമാർക്കും കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇറങ്ങിയപ്പോൾ നല്ല പോലെ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. ഇപ്പാനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കേട്ടോ കരയണത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഒന്ന് കരച്ചിൽ വരും. പിന്നെ ഓളമ്മയും ഇപ്പയും എല്ലാവരും കൂടിയിട്ട് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് വരികയാണ്. ഞങ്ങൾക്ക് ഓളഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം ഇനി പൊട്ടിക്കാലേക്ക് പോവാൻ. പിറ്റേന്ന് സ്കൂളും മദ്രസും ട്യൂഷനൊക്കെ അല്ലാണ്ട് എവിടെ നിൽക്കാനും പറ്റൂല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.